പറയുന്നത് ബൂളിയനും പ്രോബൂളിയനും. രണ്ട് ടൂൾസ് ആണ്. അതായത് നമുക്ക് ഹോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ബോക്സ് വരച്ചു. എന്നിട്ട് ഒരു സിലിണ്ടർ എടുത്തിട്ട് ഒരു സിലിണ്ടർ വരച്ചു. എന്നിട്ട് ഞാൻ മൂവ് ചെയ്തിട്ട് ഒരു 3 കോപ്പി എടുത്ത് വയ്ക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ ബൂളിയനും പ്രോബൂളിയനും എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് ഇല്ലേ, അതിനിവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എക്സ്റ്റെൻഡഡ് നോക്കി. നെക്സ്റ്റ് വരുന്നതാണ് കോമ്പൗണ്ട് ഒബ്ജക്ട്സ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിലൂടെ പ്രോബൂളിയനും ബൂളിയനും ഉണ്ട്. ഇതിവിടെ വിസിബിൾ ആയിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ അത് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു ബോക്സിനെ സെലക്ട് ചെയ്തു. ഓക്കെ, അതായത് ഏതിനാണോ നമുക്ക് കട്ട് ചെയ്ത് പോകേണ്ടത് ആ ഒരു ഇതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും വിസിബിൾ ആവും. ഫസ്റ്റ് വണ് പ്രോബൂളിയൻ. ഇതെടുത്തിട്ട് ഇവിടെ മൂവ് ഉണ്ട്, കോപ്പി ഉണ്ട്, ഇൻസ്റ്റൻസ് ഉണ്ട്. മൂവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഹോള് വരും. ഓക്കെ, ഞാൻ മൂവ് കൊടുത്തിട്ട് ഇവിടെ സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്, യൂണിയൻ ഉണ്ട്, മെർജ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സബ്സ്ട്രാക്ഷൻ കൊടുത്തിട്ട് സ്റ്റാർട്ട് പിക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഓരോന്നിനെ സെലക്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഹോളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് വൺ വരുന്നത് ഞാൻ യൂണിയൻ എടുത്തു. യൂണിയൻ എടുത്തിട്ട് സ്റ്റാർട്ട് പിക്കിംഗ് കൊടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇതൊരു യൂണിയൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് എലിവേഷനിൽ കണ്ടു, ഇത് രണ്ടും ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ട് കണ്ടു. ഇതിൻ്റെ രണ്ടിൻ്റെയും കളർ സെയിം ആയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. പിന്നെ വരുന്നത് ഇൻ്റർസെക്ഷൻ ആണ്. ഞാൻ ഇൻ്റർസെക്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോക്സിൻ്റെയും ആ ഒരു നമ്മുടെ ആ ഒരു സിലിണ്ടറിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ മാത്രം നമുക്ക് വിസിബിൾ ആയിട്ടിരിക്കും. അതാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് രണ്ടും കൂടി മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് നമ്മളിപ്പോൾ മൂവ് ആണ് എടുത്തത്. ഇവിടെ കോപ്പി ഉണ്ട്. ഞാനിപ്പം കോപ്പി കൊടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്തു. ചെയ്തപ്പം ഇവിടെ ഹോള് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു സിലിണ്ടർ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ സിലിണ്ടറിനെ സെലക്ട് ചെയ്തിട്ടൊന്ന് സബ്സ്ട്രാക്ഷൻ കൊടുത്തു, കോപ്പി കൊടുത്തു. എന്നിട്ട് ഇതിനെ ഇതിപ്പം ഹോള് ക്രിയേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ആ ഒരു സിലിണ്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, ഹോൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു സിലിണ്ടർ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതിലെ ഇൻസ്റ്റൻസ് ആണ്. ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് ഞാൻ സ്റ്റാർട്ട് പിക്കിംഗ് കൊടുത്തിട്ട് ഇതിനെ പിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ പിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എസ്കേപ്പ് അടിച്ചിട്ട് ഇതിനെ മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെയും ആ ഒരു ഹോള് വന്നിട്ടുണ്ട്. കൊടുത്തിട്ട് സ്റ്റാർട്ട് പിക്കിംഗ് കൊടുത്തിട്ട് ഇതിനെ പിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് മുകളിലോട്ട് വയ്ക്കും. കൂടെ ഹോളായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഇറങ്ങിയിരിക്കുന്നതാണ്. ഇത് ഹോളായിട്ടുണ്ട്. ഇനി ഞാൻ ഈ സിലിണ്ടറിനെ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയിട്ട് ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കണ്ടോ ആ ഒരു ഹോൾ
വരുന്നുണ്ട്. പക്ഷെ കോപ്പിയിൽ നമ്മളത് ചെയ്യുമ്പോൾ അതിന് ചേഞ്ച് വരില്ല. അപ്പോൾ അതാണ് ഇൻസ്റ്റൻസും കോപ്പിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഞാൻ വീണ്ടും ഒരു ബോക്സ് വരച്ചു. ഓപ്ഷൻ എന്താ? ബൂളിയൻ. സ്റ്റാൻഡേർഡിലെ കോമ്പൗണ്ട് കൊടുത്തിട്ട് ബൂളിയൻ കൊടുത്തു. ഓക്കെ, ബൂളിയൻ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് പിക്കിംഗ് ആണ് കൊടുത്തത്. ഇവിടെ ആഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ഇതിലും യൂണിയൻ, ഇന്റർസെക്ഷൻ, സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സെയിം അതുപോലെ തന്നെയാണ്. ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനിപ്പം യൂണിയൻ കൊടുത്തു. ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് ആഡ് പിക്കിംഗ് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ കൊടുത്തിട്ട് ഇതിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഹോള് വരും. പക്ഷെ ഒരു 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 പ്ലെയിൻ പോലെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒരു പ്ലെയിൻ പോലെ. നേരത്തെ നമ്മൾ പ്രൊബൂളിയം കൊടുത്തപ്പോൾ ഡയറക്റ്റ് ഒരു ഹോളായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു പ്ലെയിൻ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഈ സിലിണ്ടറിനെ കുറച്ച് താഴത്തോട്ട് ഇറക്കി വെക്കണം. അതായത് ഞാനിപ്പം ഈ സിലിണ്ടറിനെ പിടിച്ചിട്ട് സിലിണ്ടറിനെ കുറച്ച് താഴത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഞാനിവിടെ ബൂളിയൻ എടുത്തിട്ട് സബ്സ്ട്രാക്ഷൻ കൊടുത്തിട്ട് ആഡ് കൊടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സെലക്ട് ചെയ്യാം, കൊടുക്കാം, സബ്സ്ട്രാക്ഷൻ കൊടുത്തിട്ട് ആഡ് കൊടുത്തിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഹോളായിട്ട് വരും. അതായത് നമ്മൾ ഡയറക്റ്റ് ആ ഒരു സെയിം പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പ്ലെയിൻ താഴെ അവിടെ കിടക്കുന്നുണ്ടാവും. ഇതാണ് ബൂളിയനും പ്രൊബൂളിയനും. മെയിനായിട്ട് നമുക്കിപ്പോൾ ഹോളൊക്കെ വരയ്ക്കുമ്പോൾ അതിൽ ഹോളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഇണ്ടായിട്ടുള്ള ഹോളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഡിസൈൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പില്ലർ ഡിസൈൻ ചെയ്യാം. നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ പോയിട്ട് ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, ബോക്സിൻ്റെ സൈസ് മോഡിഫൈയിൽ പോയിട്ട് ഒരു 24, ഒരു പില്ലറാണ് കൊടുക്കുന്നത്. 24x24 സൈസ്. ഹൈറ്റ് നമ്മളൊരു 180 കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഒരു ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആ ഒരു ബൂളിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിൽ പോയിട്ട് ക്യാപ്സ്യൂൾ കൊടുക്കാം. ഓക്കെ, ക്യാപ്സ്യൂൾ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ മോഡിഫൈയിൽ പോയിട്ട് ഇതിൻ്റെ റേഡിയസ് ഒരു 1 കൊടുക്കാം. ഹൈറ്റ് നമ്മളൊരു 160 കൊടുക്കാം. നമ്മൾ നേരത്തെ മറ്റേതിൻ്റെ സൈസ് 180, ഇതിൻ്റെ സൈസ് 160. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് സൈഡിലോട്ട് വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കാം. സെൻറ്ററിലേക്ക് ആക്കുമ്പോൾ അതൊന്ന് ഡിമ്മാവും. കണ്ടോ, കളറൊന്ന് ഡിമ്മാവും. എന്നിട്ട് ഇതിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഒരു 5-6 ഇങ്ങനെ ഒരു കോപ്പി ചെയ്ത് വയ്ക്കുക. സെലക്ട് ചെയ്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് മൂവ് ചെയ്തിട്ട് ഇൻസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, എന്നിട്ടൊരു 6 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും വേണം. സെലക്ട് ചെയ്യാം, ഷിഫ്റ്റ് പിടിച്ചിട്ട്
എന്നിട്ട് താഴത്തോട്ട് ഇൻസ്റ്റൻസ് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇതിനെ നേരത്തെ ചെയ്ത പോലെ ഏകദേശം സെൻറ്ററിലാക്കിയിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് വയ്ക്കാം. എന്നിട്ട് പെർസ്പെക്റ്റീവിൽ പോവാം. ഇതിപ്പം താഴെയാണ് നിൽക്കുന്നത്. ഇതിന് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെയിൻ റെക്റ്റാങ്കിളിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ടൊന്ന് ഹൈഡ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഹൈഡ് ആവും. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ട് കുറച്ച് ഒരു 10 സെൻറ്റിമീറ്റർ കയറ്റി വെക്കണം. എന്നാലും അത് കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിലോട്ട് ഏതാ ഡയറക്ഷൻ? Z ആക്സിസ് ആണ്. അപ്പോൾ നമ്മളിവിടെ Z വാല്യൂ ഒരു 10 കൊടുക്കാം. അപ്പോൾ കുറച്ച് മുകളിലോട്ടായിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് ഓൾ കൊടുക്കുക. അങ്ങനെ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ബൂളിയൻ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും ടോപ്പിൽ വന്നു. എന്നിട്ട് ടോപ്പിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ഇതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ ക്രിയേറ്റിലെ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് കൊടുത്തിട്ട് അതിലെ ബൂളിയൻ അല്ലെങ്കിൽ പ്രൊബൂളിയൻ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഞാൻ പ്രൊബൂളിയൻ സെലക്ട് ചെയ്തു. ഇവിടെ മൂവ് കൊടുത്തിട്ട് സബ്സ്ട്രാക്ഷൻ കൊടുത്തിട്ട് സ്റ്റാർട്ട് പിക്കിങ് കൊടുക്കുക. എന്നിട്ട് ഇതിനൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്നിട്ടുണ്ടോ നോക്കാം. കണ്ടോ, ഒരു ഹോൾ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇവിടെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം ഈ സൈഡും കൂടി കൊടുക്കാം. രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു ഇതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരി വരച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലും കൂടി കൊടുക്കാം. ഇത് 4 ഒരുമിച്ച് ചെയ്താൽ ചിലപ്പം ഈ ബൂളിയനൊന്നും ചിലപ്പോൾ ഒരേപോലെ എല്ലാ സൈഡിലും വരില്ല. അപ്പോൾ രണ്ട് സൈഡ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്യാപ്സ്യൂൾ എടുക്കാം. ജ്യൂസിലെ ക്യാപ്സ്യൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് 1, ഹൈറ്റ് 160 കൊടുക്കുക. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഇതിപ്പോൾ ഇനിയിപ്പം സെൻറ്ററിൽ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്തിട്ട് കുറച്ചൊന്ന് സെൻറ്ററിലോട്ടാക്കി വയ്ക്കുക. എന്നിട്ട് ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്തോട്ടും കൂടി വെക്കുക. ഷിഫ്റ്റ് പിടിച്ച്
26 ലെങ്ത് കൊടുക്കുക, 26 ലെങ്ത്, വിഡ്ത്ത് നമ്മൾ 26, ഹൈറ്റ് നമ്മളൊരു 15 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ മോഡിഫൈസിൽ പോയിട്ട് പാരാമെട്രിക് ഡിഫോർമേഷനിൽ ഈ ഒരു ടാപ്പർ കൊടുക്കുക. അപ്പോൾ ഉണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ്, നമുക്ക് ഇങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു ഷേപ്പില്ല, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിവിടെ കർവ് ഇവിടെ ചേഞ്ച് ആവുന്നില്ല, കർവ് മാറ്റുമ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെഗ്മെൻറ്റ് കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മൾ സെഗ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഇതിലെ ഈ ഒരു 3 സെഗ്മെൻറ്റ്സ്, ഇതിപ്പോൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു 10 വെച്ചിട്ട് 3 കൊടുക്കാം. 10. എന്നിട്ട് നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് ടാപ്പർ ഒരു കർവ് കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരും, ഇങ്ങോട്ടാക്കുമ്പോൾ ഇങ്ങനൊരു ഷേപ്പ് വരും. നമ്മൾ നെഗറ്റീവ് കൊടുത്തിട്ട് ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കും. എന്നിട്ട് ഇതിന് മുകളിൽ ചെറിയൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. ബോക്സ് എടുത്തിട്ട് നമ്മൾ സ്നാപ്പ് ഓൺ ആക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ ഹൈറ്റ് നമ്മളൊരു 2 സെൻറ്റിമീറ്റർ കൊടുക്കാം. അതുപോലെ തന്നെ താഴെ അടിച്ചു കൊടുക്കാം. സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഹൈറ്റ് നമ്മളൊരു 2 കൊടുക്കാം, -2 കൊടുക്കാം. അത് താഴത്തോട്ടേക്ക് വരും. ഓക്കെ, ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗ്രൂപ്പിൽ പോയിട്ട് ഇതിനെ ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഒരു പേര് കൊടുത്തിട്ട് ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റ ഗ്രൂപ്പായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്നാപ്പ് ഓഫാക്കി. എന്നിട്ട് ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ മുകളിലോട്ടേക്കല്ലേ കൊണ്ടുവരുന്നത്, ഇതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എക്സ് വൈ സെഡ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എക്സ് വൈ സെഡ് ടിക്ക് ചെയ്യുക, സെൻറ്റർ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ കണ്ടത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഇതിനെ നമ്മൾ ലെഫ്റ്റിൽ വന്നിട്ട് കുറച്ച് മൂവ് ചെയ്തിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരിക്കാം. സൂം ചെയ്തിട്ട് ഏകദേശം ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് താഴെയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് താഴത്തോട്ട് വയ്ക്കാം. സെലക്ട് ചെയ്യാം, ഷിഫ്റ്റ് പിടിച്ചിട്ട് കോപ്പി എടുക്കുക, കോപ്പി കൊടുക്കുക, ഇൻസ്റ്റൻസ് അല്ല കോപ്പി കൊടുക്കുക. എന്നിട്ട് ഇതിനെ താഴത്തോട്ടേക്ക് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ തിരിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മിറർ ചെയ്യിക്കാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക, മിറർ കൊടുക്കുക. എന്നിട്ട് വൈ ആക്സിസ് വൈ കൊടുത്തിട്ട് നോ ക്ലോൺ കൊടുക്കുക. അതായത് അതിൻ്റെ കോപ്പി ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, അത് തന്നെയാണ് നമുക്ക് മിറർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു തിരിഞ്ഞിട്ട് നമുക്ക് മിററായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പില്ലറാണ് കൊടുത്തത്. പില്ലർ നമുക്കറിയാം നമ്മുടെ ലിൻഡൽ ഹൈറ്റ് വരെയാണ് വരിക. ലിൻഡലിൻ്റെ ഹൈറ്റ് 210 ആണ് ഹൈറ്റ് വരിക. ഓക്കെ, അപ്പോൾ 210 വരുമ്പോൾ ഇത് ടോട്ടലി നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് 180 ആണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഈ ടാപ്പർ കൊടുത്തതിൻ്റെ ഹൈറ്റ് 15. പിന്നെ ഇത് 2 കൂട്ടി കഴിഞ്ഞാൽ 180 + 90 കൂട്ടി കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്രയാണ്? 199. ഓക്കെ, 199. ഇപ്പോൾ 210 199 മൈനസ് ചെയ്താൽ ബാക്കി 11 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ഹൈറ്റ് ബാക്കിയുള്ള ആ ഒരു 11 മതി. പക്ഷെ ഇത് ഓൾറെഡി മറ്റേതിൻ്റെ സെയിം ഹൈറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പോയിട്ട് ഓപ്പൺ ചെയ്യണം. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യണം.
എന്നിട്ട് ഈ സെൻറ്ററിലുള്ള ഈ ഒരു ടാപ്പറിൽ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 11ൽ 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 7 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹൈറ്റ് നമുക്ക് 7 ആണ് വേണ്ടത്. പിന്നെ സെലക്ട് ചെയ്യുക, ഇവിടെ ബോക്സിൽ പോയിട്ട് ഹൈറ്റ് നമ്മളൊരു 7 ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് കയറ്റി വയ്ക്കാം. സൂം ചെയ്തിട്ട് വെച്ചു. എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും ഗ്രൂപ്പ് ആവും. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഇങ്ങനെ നമ്മുടെ പില്ലർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുകളിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ഒറ്റ കളറാക്കി കൊടുക്കാം. ഇങ്ങനെ പില്ലർ വരയ്ക്കാം. ഇപ്പം ജസ്റ്റ് ഈ പുള്ളിനും പ്രഭുളിനും വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോഫ അത് സെറ്റായി.